നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നിയമോപദേശത്തിന് സർക്കാർ. ദേശീയപാതയോരത്തെ മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതി ഉത്തരവിൽ സർക്കാർ വീണ്ടും നിയമോപദേശത്തിന്. വിധിയിൽ വ്യക്തത തേടി അഡ്വക്കേറ്റ് ജനറലിനോട് അഭിപ്രായമാരായാൻ തീരുമാനം. നേരത്തെ നിയമ സെക്രട്ടറി നൽകിയ നിയമോപദേശത്തിൽ ഉത്തരവ് നടപ്പിലായാൽ സംസ്ഥാനത്ത് അടച്ചുപൂട്ടേണ്ടി വരിക പകുതിയോളം ബാറുകൾ. കേസിൽ റിവിഷൻ ഹർജി നൽകാൻ തീരുമാനിച്ചിരുന്നെങ്കിലും വൈകിപ്പിച്ചതിന് പിന്നിൽ വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം കൂടി കണക്കിലെടുത്ത് സംസ്ഥാനത്തിന് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ഉത്തരവ് ചോദ്യം ചെയ്യുന്നത് വിദഗ്ധ അഭിപ്രായം കൂടി പരിഗണിച്ചു മതിയെന്ന എക്സൈസ് വകുപ്പ്. വീണ്ടും ഹാജരാകണം. സോളാർ കേസിൽ വിചാരണയ്ക്കായി ബംഗളൂരു കോടതിയിലെത്തിയ ഉമ്മൻചാണ്ടിയോട് വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം. നടപടി മുൻ മുഖ്യമന്ത്രി സമർപ്പിച്ച സത്യവാങ്മൂലം പഠിക്കാൻ വാദിഭാഗം കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേസ് ഈ മാസം 9 വീണ്ടും പരിഗണിക്കും. തട്ടിപ്പിനിരയായ വ്യവസായി MK കുരുവിള നൽകിയ ഹർജിയിൽ ഉമ്മൻചാണ്ടിക്കും 6 പേർക്കും 1,68 ലക്ഷം രൂപ പിഴശിക്ഷ വിധിച്ചത് കഴിഞ്ഞ ഒക്ടോബർ 24. ഉത്തരവ് ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലിൽ ഉമ്മൻചാണ്ടിയോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. കരുനീക്കങ്ങളിൽ തമിഴകം. AIADMK ജനറൽ സെക്രട്ടറി ശശികല തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണമെന്ന തമ്പിദുരൈ. വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനപിന്തുണ നേടിയെടുക്കാൻ MGRനെയും ജയലളിതയെയും പോലെ ഊർജിതമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ തമ്പിദുരൈയുടെ പത്രക്കുറിപ്പ്. നിലപാട് പാർട്ടി ജനറൽ സെക്രട്ടറിയായി തോഴി ശശികല കഴിഞ്ഞ ദിവസം സ്ഥാനമേറ്റതിന് തൊട്ടു പിന്നാലെ. ജയലളിതയെ പോലെ ജനങ്ങളെയും പാർട്ടിയെയും സ്നേഹിക്കുന്ന ശശികലയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള കഴിവുണ്ടെന്നും വിശദീകരണം. പാർട്ടിയിലെ മുതിർന്ന നേതാവ് ശശികല മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കണമെന്ന് പറയുന്നത് ഇതാദ്യം. തിരഞ്ഞെടുപ്പിന് മതം വേണ്ട. തിരഞ്ഞെടുപ്പ് വേദികളിൽ ജാതി മത പ്രചരണങ്ങൾ നിരോധിച്ച സുപ്രീം കോടതി. ജാതിയും മതവും ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം കുറ്റകരമാകും. രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരിച്ചടിയായേക്കാവുന്ന നിർണായക ഉത്തരവ് സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റേത്. തിരഞ്ഞെടുപ്പും ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങളും മതേതരത്തിൽ അധിഷ്ഠിതമായിരിക്കണം. നേട്ടങ്ങൾക്കായി മതത്തെ ഉപയോഗപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം അഴിമതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്താനും നിർദ്ദേശം. ഹിന്ദുത്വ കേസിലെ 7-അംഗ ബെഞ്ച് വിധിയിൽ വിയോജിപ്പ് അറിയിച്ച 3 ജഡ്ജിമാർ. അവസാനം പുറത്താക്കി. ലോധ സമിതി നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്ത BCCIയിൽ നിന്നും അനുരാഗ് ഠാക്കൂർ പുറത്ത്. ജസ്റ്റിസ് RM ലോധയുടെ റിപ്പോർട്ടിനെ തുടർന്ന് BCCI പ്രസിഡന്റ് അനുരാഗ് ഠാക്കൂറിനെയും സെക്രട്ടറി അജയ് ഷിർക്കെയെയും പുറത്താക്കി സുപ്രീം കോടതി. കേസിൽ തെറ്റായ സത്യവാങ്മൂലം നൽകിയ ഠാക്കൂറിന് കാരണം കാണിക്കൽ നോട്ടീസ്. പുറത്താക്കിയവർ ഇന്ന് തന്നെ ഓഫീസ് ഒഴിയണം. മുതിർന്ന വൈസ് പ്രസിഡന്റിനും ജോയിന്റ് സെക്രട്ടറിക്കും ബോർഡിന്റെ താൽക്കാലിക ചുമതല. സുപ്രീം കോടതി ഉത്തരവ് ക്രിക്കറ്റിന്റെ വിജയമെന്ന് ജസ്റ്റിസ് RM ലോധ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2645 രൂപ, പവൻ 21,160 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.